നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഒരു മാസക്കാലം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയെടുത്ത സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും വിശുദ്ധിയുടെയും പരിമളം പരത്തിക്കൊണ്ട് ഇസ്ലാം മതവിശ്വാസികൾ ഈദ്ഗാഹുകളിലും മസ്ജിദുകളിലുമായി ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. കാലത്ത് 8 മണിയോടെ പള്ളികൾ പ്രാർത്ഥനാ മുഖരിതമായി. പെരുമണ്ണൂർ ഹിദായത്ത് സിബിയൻ മദ്രസ ജമാഅത്ത് പള്ളിയിൽ മഹല്ല് ഖത്തീബ് ഉനൈസ് സഖാഫി കരുവമ്പലം പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വിശ്വാസികൾ പരസ്പരം ആലിംഗനം ചെയ്ത് പെരുന്നാൾ ആശംസകൾ നേർന്നു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ മധുര പലഹാര വിതരണവും ഉണ്ടായി. വ്രതശുദ്ധിയുടെ പുണ്യവുമായി മുസ്ലിം സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പട്ടാമ്പി മേഖലയിലെ ഈദ്ഗാഹുകളിലും പള്ളികളിലും നിരവധി വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിനെത്തി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഒരു മാസം നീണ്ടുനിന്ന റംദാൻ വ്രതത്തിനൊടുവിൽ മുസ്ലിം സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. റംദാനിൽ നേടിയ ആത്മവിശ്വാസത്തിന്റെ കരുത്തുമായിരുന്നു വിശ്വാസികളുടെ പെരുന്നാൾ ആഘോഷം. രാവിലെ ഈദ്ഗാഹുകളിലും പള്ളികളിലും നിരവധി വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിനെത്തി. പട്ടാമ്പി മേഖലയിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. 7 മണിയോടെ തന്നെ പലയിടത്തും പെരുന്നാൾ നമസ്കാരം ആരംഭിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പ്രധാനുഷ്ഠാനം പോലെ തന്നെ പ്രധാനമാണ് വിശ്വാസികൾക്ക് പെരുന്നാൾ ആഘോഷവും. പെരുന്നാൾ ദിനത്തിൽ രാവിലെ കുളിച്ച് പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈദ്ഗാഹുകളിലും പള്ളികളിലും പ്രാർത്ഥനകളിൽ വിശ്വാസികൾ പങ്കെടുത്തു. ആത്മവിശുദ്ധി നിലനിർത്തുവാനുള്ള ആഹ്വാനവുമായാണ് ഈദുൽ ഫിത്തർ ആഘോഷവും നടന്നത്. പട്ടാമ്പി വലിയ ജുമാ മസ്ജിദ്, പട്ടാമ്പി ടൗൺ ജുമാ മസ്ജിദ്, മേലെ പട്ടാമ്പി മദീന മസ്ജിദ് ഉൾപ്പെടെയുള്ള പള്ളികളിലും പെരുന്നാൾ നമസ്കാരത്തിന് നിരവധി വിശ്വാസികളാണ് എത്തിയത്. തൃത്താല മാട്ടായയിൽ തെരുവുനായുടെ കടിയേറ്റ് 7 വയസ്സുകാരന് പരിക്ക്. മാട്ടായ മോസ്കോ റോഡിൽ പള്ളിപ്പുറത്ത് വളപ്പിൽ ഷക്കീറിന്റെയും മുബഷീറയുടെയും മകൻ ബിഷറുൽ ഹാഫിക്കാണ് പരിക്കേറ്റത്. വീട്ടുമുറ്റത്തിറങ്ങിയ സമയത്ത് ഓടിയെത്തിയ തെരുവുനായ ബിഷറുൽ ഹാഫിയുടെ കാലിൽ കടിക്കുകയായിരുന്നു. കുട്ടിയുടെ നിലവിളി കേട്ട് വീട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും തെരുവുനായ ഓടി രക്ഷപ്പെട്ടു. ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു സംഭവം. കാലിൽ ആഴത്തിൽ മുറിവേറ്റ കുട്ടിയെ ഉടൻ തന്നെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം മാട്ടായ ഞാങ്ങാട്ടിരി പ്രദേശങ്ങളിൽ വീണ്ടും തെരുവുനായ ശല്യം രൂക്ഷമാവുകയാണ്. സമീപത്ത് സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ബിഷറുൽ ഹാഫി. പട്ടാമ്പിയിൽ UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ TP ഷാജി മത്സരിക്കും. മാരത്തോൺ ചർച്ചകൾക്ക് ശേഷമാണ് പട്ടാമ്പിയിൽ സ്ഥാനാർത്ഥിയുടെ പേര് കോൺഗ്രസ് നേതൃത്വം പുറത്തുവിട്ടത്. നിലവിലെ നഗരസഭാ ചെയർമാനാണ് TP ഷാജി. കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റിലാണ് പട്ടാമ്പി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി TP ഷാജിയുടെ പേര് പുറത്തുവിട്ടത്. നിലവിൽ നഗരസഭാ ചെയർമാനാണ് TP ഷാജി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയായിരുന്നു TP ഷാജിയുടെ രാഷ്ട്രീയ പ്രവേശനം. യൂത്ത് കോൺഗ്രസ് നേതാവായും KPCC നിർവാഹക സമിതി അംഗമായുമെല്ലാം TP ഷാജി പ്രവർത്തിച്ചിട്ടുണ്ട്.
പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, നഗരസഭാ കൗൺസിലർ, വൈസ് ചെയർമാൻ തുടങ്ങിയ പദവികളും വഹിച്ചു. 5 വർഷം മുമ്പാണ് പാർട്ടി വിട്ട് B4 മുന്നണി രൂപീകരിക്കുകയും LDF-നൊപ്പം ചേർന്ന് പട്ടാമ്പി നഗരസഭ ഭരണം പിടിച്ചെടുത്ത് വൈസ് ചെയർമാനുമായത്. 5 വർഷത്തിനു ശേഷം വീണ്ടും കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് നഷ്ടപ്പെട്ട നഗരസഭാ ഭരണം തിരിച്ചു പിടിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TP ഷാജിയുടെയും KPCC അംഗം റിയാസ് മുക്കോളിയുടെയും പേരുകളാണ് നേതൃത്വത്തിന് മുന്നിൽ എത്തിയത്. ഇതിൽ TP ഷാജിയെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതൃത്വം നിശ്ചയിക്കുകയായിരുന്നു. UDF-ന് നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുകയാണ് ലക്ഷ്യമെന്നും UDF ഒറ്റക്കെട്ടായി തന്നെ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും സ്ഥാനാർത്ഥി TP ഷാജി പ്രതികരിച്ചു. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി എന്നെ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സംസ്ഥാന ജില്ലാ നേതൃത്വത്തെ ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചില അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗമായി മാറി നിൽക്കുകയും B4 പട്ടാമ്പി എന്ന സംഘടന രൂപീകരിച്ച് 5 വർഷക്കാലം പട്ടാമ്പിയുടെ ഭരണത്തിന്റെ ഭാഗമായി അന്ന് പ്രവർത്തിച്ചു. പിന്നീട് പാർട്ടി തിരിച്ചെത്താൻ ആവശ്യപ്പെടുകയും മുഴുവൻ പ്രവർത്തകരെയും കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയ സമയത്ത് അന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കൾ ഉത്തരവാദിത്തം ഏൽപ്പിച്ചതാണ്, ഒന്ന് പട്ടാമ്പി നഗരസഭാ ഭരണം തിരിച്ചു പിടിക്കുക, അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷക്കാലമായി നഷ്ടപ്പെട്ട പട്ടാമ്പി നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ ഒരു ദൗത്യം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി നഗരസഭാ ഭരണം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ സാധിച്ചു. ഇനി അടുത്ത ദൗത്യം എന്ന് പറയുന്നത് ഈ നിയോജക മണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു MLA ഉണ്ടാക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ആ MLA-യുടെ പിന്തുണയോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണം കേരളത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനാവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രമല്ല, വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം നിലവിലുണ്ട്. പട്ടാമ്പിയിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. കേരളത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരാണ്. അപ്പൊ ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയ ഒരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. അതുവഴി വലിയൊരു ഭൂരിപക്ഷം പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ ഉണ്ടാകും. അതിന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ജനങ്ങളുടെയും ആത്മാർത്ഥമായ പിന്തുണ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. പട്ടാമ്പിയിൽ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറി. സ്ഥാനാർത്ഥി നിർണയത്തിൽ നീതികേട് കാണിച്ചുവെന്നാണ് പരാതി. റിയാസ് മുക്കോളിയെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഓങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി പട്ടാമ്പി രംഗത്തെത്തി. പട്ടാമ്പി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ TP ഷാജിയെ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ TP ഷാജിയുടെയും റിയാസ് മുക്കോളിയുടെയും പേരുകളാണ് ഉണ്ടായിരുന്നത്. നേതൃത്വം ഇതിൽ TP ഷാജിയെയാണ് പരിഗണിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അമർഷം ഉയരുന്നത്. ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഓങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി പട്ടാമ്പി മത്സരരംഗത്തേക്ക് വരുന്നത്. താൻ മത്സരിക്കുമെന്നും നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് മത്സരരംഗത്തിറങ്ങുന്നതെന്നും ഷാഫി പട്ടാമ്പി പറഞ്ഞു. ഞാൻ ഷാഫി പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ ഓങ്ങല്ലൂർ സ്വദേശിയാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. പട്ടാമ്പിയോടും അല്ലെങ്കിൽ പട്ടാമ്പിയിലെ സാധാരണക്കാരായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ UDF-നെ സ്നേഹിക്കുന്ന ഏതൊരു സാധാരണ പ്രവർത്തകനും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നമ്മുടെ പട്ടാമ്പിയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളിൽ ഞങ്ങൾ എല്ലാവരും മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. തീർച്ചയായും പുറകോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല, മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സ്നേഹവും എന്റെ കൂടെ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇതിനകം പ്രചരണത്തിനും തുടക്കമിട്ടു. തീരുമാനത്തിൽ നിന്നും പിറകോട്ട് പോകില്ലെന്നും ഷാഫി പട്ടാമ്പി സൂചിപ്പിച്ചു. അതേസമയം പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു പരിഹരിക്കുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. പട്ടാമ്പിയിലുള്ള നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഈ പൊതുസമൂഹത്തിനും പട്ടാമ്പിയിലെ ജനങ്ങൾക്കും വളരെ വ്യക്തമാണ്. കൂടുതൽ കാര്യങ്ങളൊക്കെ തീർച്ചയായും ഇന്ന് വൈകുന്നേരത്തോടു കൂടി പട്ടാമ്പിയിലെ പൊതുസമൂഹത്തിനെയും പത്രമാധ്യമങ്ങളെയും അറിയിക്കാനാണ് തീരുമാനം. പട്ടാമ്പിയിൽ LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മൂസിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക മാത്രമാണ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമെന്ന് CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. പട്ടാമ്പിയിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പട്ടാമ്പി നിയോജകമണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മൂസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മേലെ പട്ടാമ്പിയിലാണ്
തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ആരംഭിച്ചത്. CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം വിജയിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ ദൗത്യമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സുമലത മോഹൻദാസ് സൂചിപ്പിച്ചു. തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് ഈ പട്ടാമ്പിയിലെ നിലവിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച MLA എന്നുള്ള ബഹുമതിയും അതോടൊപ്പം തന്നെ എല്ലാ മേഖലകളെയും പ്രതിപാദിച്ചുകൊണ്ട് ഒരു വികസന പ്രവർത്തനത്തിന് നേതൃത്വപരമായ പങ്കുവഹിച്ച നിലവിലുള്ള MLA ആണ് ഈ മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട സഖാക്കൾ വളരെ ഐക്യത്തോടു കൂടിയാണ് ഈ മണ്ഡലത്തിൽ ഏറ്റവും ആദ്യം തന്നെ ജില്ലയിൽ തന്നെ ഏറ്റവും ആദ്യം നിയോജക മണ്ഡലത്തിൻ്റെ മണ്ഡലം കൺവെൻഷനുകൾ ഇന്നലെ നടത്തി. ഇപ്പോൾ പഞ്ചായത്ത് തലത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അതിൻ്റെ പ്രചരണ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നു. എന്തായാലും വിജയം എന്നുള്ളത് സുനിശ്ചിതമാണ്. അതിന് വലിയ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം പ്രിയപ്പെട്ട സഖാക്കൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നേതാക്കളായ T. ഗോപാലകൃഷ്ണൻ, NP വിനയകുമാർ, വിജയൻ കുരിശ്ശേരി, KP അബ്ദുറഹ്മാൻ, ജയകൃഷ്ണൻ പടനായകത്ത്, MN കരുണാകരൻ, പരമേശ്വരൻ, AV അബു, AV സുരേഷ്, M ശങ്കരൻകുട്ടി, പ്രിയ പ്രശാന്ത്, TV ഗിരീഷ്, TK നാരായണദാസ് ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തു. തിരുവേഗപ്പുറ വെസ്റ്റ് കൈപ്പുറത്ത് നിർത്തിയിട്ട ബുള്ളറ്റ് കത്തിനശിച്ചു. ആളപായമില്ല. തൊട്ടടുത്തുണ്ടായിരുന്ന സ്കൂട്ടറിലേക്കും തീ പടർന്നു. നാട്ടുകാർ ചേർന്ന് തീ അണച്ചു. തിരുവേഗപ്പുറ വെസ്റ്റ് കൈപ്പുറത്താണ് ബുള്ളറ്റിന് തീ പിടിച്ചത്. തീ വലിയ തോതിൽ പടർന്നതോടെ സമീപത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിലേക്കും പടർന്നു. ഇത് പരിഭ്രാന്തിക്ക് ഇടവരുത്തി. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് 10 മിനിറ്റിനകം തന്നെ തീ പൂർണ്ണമായും അടയ്ക്കാനായി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 മണിയോടെയായിരുന്നു സംഭവം. തിരുവേഗപ്പുറ വേളക്കാട്ടിൽ ഷാഹുൽ ഹമീദിന്റെ ബുള്ളറ്റാണ് കത്തി നശിച്ചത്. ഉച്ചയ്ക്ക് പള്ളിയിലേക്ക് ബുള്ളറ്റിൽ എത്തിയതായിരുന്നു ഹമീദ്. പള്ളി കഴിഞ്ഞ് പുറത്തിറങ്ങിയ വേളയിലായിരുന്നു തീപിടുത്തം. കനത്ത വെയിലാവാം തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന തിരുവേപ്പുറ സ്വദേശി AP സിയാദിന്റെ സ്കൂട്ടറിലേക്കും തീ പടർന്നു. 2 വാഹനങ്ങളും ഭാഗികമായി കത്തി നശിച്ചു. തൊട്ടടുത്ത കാറുകളും മറ്റു വാഹനങ്ങളും ഉണ്ടായിരുന്നെങ്കിലും തീ പെട്ടെന്ന് അണയ്ക്കാൻ കഴിഞ്ഞതോടെ മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പട്ടാമ്പി ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിലെ നിറമാല 23-ാം തീയതി ആഘോഷിക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ആഞ്ഞം മധുസൂദനൻ നമ്പൂതിരിയുടെയും ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, 10 മണിക്ക് നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി, വിശേഷാൽ കാർത്തിക ഊട്ട്, ഉച്ചയ്ക്ക് 3-ന് പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളിപ്പ്, വൈകിട്ട് 6 മണിക്ക് നാദസ്വരം, 7 മണിക്ക് അഖിൽമാരാർ, സദനം, അശ്വിൻ മുരളി എന്നിവരുടെ ഇരട്ട തായമ്പക ഉണ്ടായിരിക്കും. രാത്രി 9-ന് ബാലി വിജയം കഥകളിയും നടക്കും.